ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പഠനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. കൂടുതൽ ഞങ്ങൾ സംസാരിക്കുന്നില്ല. ക്ലാസ്സുകൾ കാണുകയും നിങ്ങൾ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് എഴുതുകയും വേണം. മാത്സിൻ്റെ ക്ലാസ് ഇടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? മാത്സ് ക്ലാസ് വരുന്നുണ്ട്. ശരി. ഏതായാലും ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഇത് ഐശ്വര്യ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അശ്വിൻ, സൂരജ്, ചില്ലഞ്ചി എല്ലാവരും സംഭവ സ്ഥലത്തുണ്ട്. അവിടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത് ഒരു IAS ക്വസ്റ്റ്യനോട് കൂടിയാണ് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെയാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ കാരണം IAS ക്വസ്റ്റ്യൻ ഒരു ആളൊരു സംശയം ചോദിച്ചിടത്തു നിന്നാണ് നമ്മളിത് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എല്ലാവരും കേട്ടോളണം. കാസർഗോഡ്, എറണാകുളം ആ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10 AM ആണ്. അങ്ങനെയാണെങ്കിൽ 92 ഡിഗ്രി ഈസ്റ്റിൽ കിടക്കുന്ന ഷില്ലോങ്ങിലെ പ്രാദേശിക സമയം എത്രയായിരിക്കും? പ്രാദേശിക സമയത്തിൻ്റെ അടിയിൽ വരെയിട്ട് പഠിച്ചോളണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇന്ത്യക്കകത്ത് മുഴുവൻ 10 മണി തന്നെ. പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാവിലെ 10 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 92 ഡിഗ്രി ഈസ്റ്റിൽ കിടക്കുന്ന ഷില്ലോങ്ങിലെ പ്രാദേശിക സമയം എത്രയായിരിക്കും? മനസ്സിലായില്ല? പ്രാദേശിക സമയം 10 ആവില്ല, കാരണം അത് വ്യത്യാസം ഉണ്ടാകും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആകൃതിയാണ്. നമ്മളത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ആകെ രേഖാംശ രേഖകൾ എത്രയാണ്? 360 360 രേഖാംശ രേഖകളാണ്. 180 ഡിഗ്രി ഈസ്റ്റ്, 180 ഡിഗ്രി വെസ്റ്റ്. 180 ഡിഗ്രി ഈസ്റ്റും വെസ്റ്റും വന്നു ചേരുന്നത് അന്തർദേശീയ ദിനാങ്ക രേഖയിലാണ്. ഈ അന്തർദേശീയ ദിനാങ്ക രേഖയാണ് വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരേ ഒരു രേഖാംശ രേഖ. ബെറിംഗ് കടലെടുക്കിൽ കൂടിയാണ് കടന്നു പോകുക. ബെറിംഗ് കടലെടുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അല്ലേ? ശരി. അക്ഷാംശ രേഖകളാണ് എത്രയുള്ളത്? 180. 90 + 90. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ 90, ഭൂമധ്യരേഖയ്ക്ക് താഴെ 90. ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? ഭൂമിയുടെ ചുറ്റളവ് എന്ന് പറയുന്നത് 40,075 കിലോമീറ്ററാണ്. എന്നാൽ പിന്നെ ഭൂമധ്യരേഖ പ്രദേശത്ത് വ്യാസം എത്രയാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമിയുടെ വ്യാസം 12,754 കിലോമീറ്ററാണ്. ഒന്നുകൂടെ പറയും. 12,754 കിലോമീറ്ററാണ്. ശരി, ഞാൻ സമ്മതിച്ചു. സമയവുമായി ബന്ധപ്പെട്ടതാണ് രേഖാംശം, സ്ഥലവുമായി ബന്ധപ്പെട്ടതാണ് അക്ഷാംശം. 0 ഡിഗ്രി രേഖാംശത്തിന്റെ പേരെന്താണ്? ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി അക്ഷാംശത്തിന്റെ പേരെന്താണ്? ഭൂമധ്യരേഖ. തെക്കും വടക്കും തിരിയുന്നത് എവിടെ വെച്ചിട്ടാണ്? തെക്കും വടക്കും തിരിയുന്നത് ഭൂമധ്യരേഖയിൽ വെച്ചിട്ടാണ്. കിഴക്കും പടിഞ്ഞാറും തിരിയുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗ്രീനിച്ച് രേഖയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ കിടക്കുന്നത് ഗ്രീനിച്ച് രേഖയുടെ കിഴക്കാണോ പടിഞ്ഞാറാണോ? കിഴക്കാണ്. ഗ്രീനിച്ച് രേഖയുടെ കിഴക്കാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് ആകെ എത്ര സമയമേഖലയാണുള്ളത്? 24 സമയമേഖലയുണ്ട്. എങ്ങനെയാണ് ഐശ്വര്യ 24 സമയമേഖല കിട്ടിയത്? അതായത് ഒരു സമയമേഖല എന്ന് പറയുന്നത് 15 ഡിഗ്രി രേഖാംശമാണ്. നമുക്ക് ആകെ രേഖാംശ രേഖകൾ 360 ആണ്. 360 ഭാഗം 15 24 സമയമേഖല. അപ്പൊ ആകെ 24 സമയമേഖലയാണ് ഉള്ളത്, ശരിയല്ലേ? അപ്പൊ ഈ 24 സമയമേഖല ഭൂമിക്ക് കറങ്ങണം. അതോടൊപ്പം സൂര്യനെ കറങ്ങണം, അല്ലേ? 24 സമയമേഖല കറങ്ങാൻ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിലാണ് കറങ്ങുന്നതെന്ന് അറിയാം. അച്ചുതണ്ടിൻ്റെ ചായ്വ് എത്രയാണ്? 23 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചായ്വെന്ന് നമുക്കറിയാം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് പറയുന്ന പേരാണ് ഭ്രമണം, റൊട്ടേഷൻ. ഭൂമി ഭ്രമണം നടത്തുന്നതോടൊപ്പം സൂര്യനെ കറങ്ങുന്നതിന് പറയുന്ന പേരാണ് പരിക്രമണം അല്ലെങ്കിൽ റവല്യൂഷൻ. ഇത് 365 ദിവസം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിക്ക് 24 സമയമേഖല കറങ്ങണം, വേണ്ടേ? ഒരു സമയമേഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നേരത്തെ പറയുന്നുണ്ട് 15 ഡിഗ്രി രേഖാംശമാണ് ഒരു സമയമേഖല. അപ്പോൾ 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂർ, അടുത്ത 15 1 മണിക്കൂർ, അങ്ങനെ 24 15കൾ കറങ്ങണം. അപ്പോൾ 24 മണിക്കൂർ ഒരു ദിവസമാവും. അതുകൊണ്ടാണ് ഭൂമി ഒരു പ്രാവശ്യം അതിൻ്റെ അച്ചുതണ്ടി കറങ്ങാൻ 24 മണിക്കൂറാവും നമ്മൾ പറയുന്നത്. ഇനി 15 ഡിഗ്രി കറങ്ങാൻ
1 മണിക്കൂറാണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ ഭൂമി എടുക്കുന്നത് 4 മിനിറ്റാണ്. 4 മിനിറ്റ് ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് IASന്റെ ക്വസ്റ്റ്യനിലേക്ക് വരാം. IASന്റെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം രാവിലെ 10 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 92 ഡിഗ്രി ഈസ്റ്റിൽ കിടക്കുന്ന ഷില്ലോങ്ങിലെ പ്രാദേശിക സമയം എന്തായിരിക്കും? അല്ലാതെ ഉള്ള സമയം 10 മണി തന്നെ. പ്രാദേശിക സമയം എത്രയായിരിക്കും? ഇത് IASന് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എത്ര മാർക്കിന് ചോദിച്ചാണ്? ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ്റെ വിശദീകരണത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അത് അശ്വിൻ ഒന്ന് വിവരിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 10 AM ആയാൽ 92 ഡിഗ്രി കിഴക്ക് രേഖാംശം സ്ഥിതി ചെയ്യുന്ന ഷില്ലോങ്ങിലെ പ്രാദേശിക സമയം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തത്തിൽ കണക്കാക്കപ്പെടുന്ന സമയമാണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം, അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശം അല്ലേ? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. ശരി. അപ്പോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ 10 മണിയാണ്. 10 മണിയാണ്. നമുക്ക് 92 ഡിഗ്രി ഈസ്റ്റിലെ സമയമാണ് കണ്ടെത്തേണ്ടത്, ലോക്കൽ ടൈം. ഇത് 92 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. ശരിയാണ്. ഓക്കെ, അവിടുത്തെ സമയം എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ 2 രേഖാംശങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എത്ര ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് അത് കണക്കാക്കാനായിട്ട് ഈ 82.5 ഡിഗ്രി എന്നുള്ളതിനെ നമുക്ക് 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എടുക്കാം. ശരി. ഓക്കെ, 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എടുക്കാം. 60 മിനിറ്റ് ചേരുന്നതാണ് 1 ഡിഗ്രി. 92 ഡിഗ്രിയിലെ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, 9 ഡിഗ്രിയുടെയും 30 മിനിറ്റിന് വ്യത്യാസമുണ്ട്. അതായത് 9.5 ഡിഗ്രിയുടെ വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതെ, 9 ഡിഗ്രി. നമുക്കറിയാം 1 ഡിഗ്രിക്ക് എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. 1 ഡിഗ്രി കിടക്കാൻ ഭൂമി എടുക്കുന്നത് 4 മിനിറ്റ് ആണ്. അപ്പൊ അര ഡിഗ്രി എന്നുള്ളത് 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണെങ്കിൽ അര ഡിഗ്രിക്ക് 2 മിനിറ്റ് ആണ്. ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അര ഡിഗ്രി കിട്ടി. എത്രയാണ്? 2 മിനിറ്റ് ആണ്. പിന്നെ ഉള്ളത് 9 ഡിഗ്രിയാണ്. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 9 ഡിഗ്രിക്ക് എത്ര മിനിറ്റ് ആയിരിക്കും? 36 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, മൊത്തത്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9.5 ഡിഗ്രിയാണ്. അതിൽ അര ഡിഗ്രിയുടെ എന്ന് പറയുന്നത് അര ഡിഗ്രി കണക്കാൻ എടുക്കുന്നത് 2 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ 9 ഡിഗ്രി കണക്കാൻ എടുക്കുന്നത് എത്രയാണ്? 36 മിനിറ്റ് ആണ്. ഇപ്പൊ ടോട്ടൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് 38 മിനിറ്റിന്റെ ഡിഫറൻസ് വരും. 36 പ്ലസ് 2 36 മിനിറ്റ് പ്ലസ് 2 മിനിറ്റ് 38 മിനിറ്റിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ 10 മണിയാണെന്നുണ്ടെങ്കിൽ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ 10 മണിയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 38 മിനിറ്റ് കൂടുതലായിരിക്കും 92 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ. എന്ന് പറഞ്ഞാൽ 10 മണി 38 എന്ന് പറഞ്ഞാൽ 10 മണി 38 മിനിറ്റ് AM ആണ് അടുത്ത സമയം. ശരി. ഓക്കെ, ശരിയാണ്. വെരിഫൈ. ഇത് IAS പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കണ്ടുപിടിച്ചെന്നുള്ളതേ ഉള്ളൂ. കണ്ടുപിടിക്കണല്ലേ സാധാരണ എല്ലാവർക്കും അറിയത്തക്കതാണ്. ഐശ്വര്യ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയം തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 5.5 മണിക്കൂർ കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. എന്തുകൊണ്ടാണ് കൂടുതൽ ആവാൻ കാരണം? ഇന്ത്യ കിടക്കുന്നത് ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് ഭാഗത്താണ്. ഓരോ 15 ഡിഗ്രിക്കും ഗ്രീനിച്ച് സമയത്തേക്കാൾ ഓരോ മണിക്കൂർ വെച്ച് കൂടും കിഴക്കോട്ട്. പടിഞ്ഞാറോട്ട് ഓരോ 15 ഡിഗ്രിക്കും ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 മണിക്കൂർ വെച്ച് കുറയും. അപ്പോൾ 1 ഡിഗ്രി കടക്കാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 മിനിറ്റ്. അത് കിഴക്കോട്ടാണെങ്കിൽ +4 മിനിറ്റ്, പടിഞ്ഞാറോട്ടാണെങ്കിൽ -4 മിനിറ്റ്. -4 മിനിറ്റ്. ശരി. അപ്പോൾ നമുക്ക് മറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആമുഖമായിട്ട് പറയാനുണ്ടോ ഐശ്വര്യ? വേറെ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൃഷ്ണ ഗോദാവരി തടം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഞാൻ ചോദിക്കുന്നത് കൃഷ്ണ ഗോദാവരി തടത്തൊരു ഭയങ്കര ഡെവലപ്മെന്റ് ഈ അടുത്ത കാലത്തുണ്ടായി. ഒരു ബൂസ്റ്റ് ഇന്ത്യക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടായി ഈ കൃഷ്ണ ഗോദാവരി തടാകത്തിൽ. എന്തായിരുന്നു അത്? അതായത് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസും പെട്രോളിയവുമാണ്. പുതിയതായി കണ്ടെത്തിയതാണ് നമ്മുടെ രാജ്യത്ത് അല്ലേ? കൃഷ്ണ ഗോദാവരി
തടത്തിൽ. ശരി, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ സാഞ്ചുറി എവിടെയാണ്? മറൈൻ സാഞ്ചുറി എവിടെയാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. മറൈൻ സാഞ്ചുറി എവിടെയാണ്? റാൻ ഓഫ് കച്ചിലാണ്. റാൻ ഓഫ് കച്ചിലാണ്. റാൻ ഓഫ് കച്ച് എവിടെയാണ്? ഗുജറാത്ത്. ഗുജറാത്തിലാണ് റാൻ ഓഫ് കച്ച്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പിന്നെ മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? അത് ആൻഡമാനിലാണ്. മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനിലാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണം. വേറെ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്? കൂടംകുളം ആണവ നിലയം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കൂടംകുളം ആണവ നിലയം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്? പറയൂ. തെക്ക് കിഴക്കൻ ഭാഗത്താണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം ആണവ നിലയം ഏത് കടലിനടുത്താണ്? ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ, അതായത് ചോള ലേക്ക്. ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ചോള ലേക്ക്. ശരി. കൂടംകുളം ആണവ നിലയത്തിനെ സഹായിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏത് ജില്ലയിലാണെന്ന് അറിയാമോ? തിരുനെൽവേലി ജില്ലയിലാണ്. തിരുനെൽവേലി ജില്ല 1000 മെഗാവാട്ട് കപ്പാസിറ്റിയാണ് അതിനുള്ളത്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള താപനിലയമാണ്. ശരിയല്ലേ? ശരി. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. അടുത്ത എന്താണ് നമുക്ക് പറയാനുള്ളത്? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വനവിസ്തൃതി. ഇന്ത്യയിലെ വനവിസ്തൃതി എത്ര ശതമാനമാണ് ഇപ്പോ? അല്ലേ, എത്രയാണ് ഇന്ത്യയുടെ വനവിസ്തൃതി? 24.6%. 24.6%. ലേറ്റസ്റ്റ് കണക്കാണ് അല്ലേ? എന്നാൽ ഒരു രാജ്യത്ത് 33% വനം ഉണ്ടായിരുന്നത് UNO പറയുന്നു. UNO പറഞ്ഞ ഒരു രാജ്യത്തെ നല്ല കാലാവസ്ഥയും ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ രാജ്യത്ത് മൊത്തം ഭൂവിസ്തൃതിയുടെ 33% വനം ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്കൂടെ എത്രയേ ഉള്ളൂ? 24% ഉള്ളൂ. ശരിയല്ലേ? വനവിസ്തൃതി കുറയുന്നതുകൊണ്ടാണ് മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ്. ശരി. കേരളത്തിലെ വനവിസ്തൃതി എത്രയാണ്? 29%. ഏകദേശം ഭൂവിസ്തൃതിയുടെ 29%. ശരി, അത് സംബന്ധിച്ചു. അടുത്തത് ഇന്ത്യയിലെ സെക്സ് റേഷ്യോ. ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഫേവറബിൾ അല്ല. കാരണം പുരുഷന്മാർ കൂടുതൽ, സ്ത്രീകൾ കുറവുമാണ്. ശരിയല്ലേ? 2011 സെൻസസ് കണ്ടതാണ് നമ്മൾ. 1000 പുരുഷന്മാർക്ക് 940 സ്ത്രീകളെ ഉള്ളൂ. കേരളത്തിലാണെങ്കിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട്. സ്ത്രീകൾ കൂടുതലാണ്. നമ്മളുടെ ഒരു ഫേവറബിൾ സെക്സ് റേഷ്യോ ആണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലുടനീളം പുരുഷന്മാരുടെ എണ്ണം കൂടുതലും സ്ത്രീകളുടെ എണ്ണം കുറവുമാകാനുള്ള കാരണം? 1000-നാണ് ഇത് കണക്ക്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളെന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഭ്രൂണഹത്യയാണ്. പെൺ ഭ്രൂണഹത്യ അത് നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ കേരളം വളരെ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. നമ്മളാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടില്ല. അതൊരു കേരളത്തിന്റെ ഒരു കൾച്ചറാണ്. ശരി. അപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയാനുള്ളത്? കൊങ്കൺ റെയിൽവേയെ കുറിച്ച് ഒരു ചെറിയ നോട്ട് പറയാനാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. കൊങ്കൺ റെയിൽവേ നമുക്കറിയാം, പശ്ചിമ തീരത്തിലാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. നമ്മുടെ പശ്ചിമഘട്ടത്തിന് സമാന്തരമായിട്ട് പോകുന്ന റെയിൽവേ ആണ് കൊങ്കൺ റെയിൽവേ. ഈ കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലാപ്പൂർ ആണ്. ബേലാപ്പൂർ മഹാരാഷ്ട്രയിലാണ്. ഇനി കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ഏതു മുതൽ ഏതുവരെയാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മംഗലാപുരം മുതൽ റോഹ വരെ. ശരിയാണ്. ഇനി ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളെ ചോദിച്ചാലോ? അതിൽ കേരളം കൂടി ഉൾപ്പെടും. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര. ഇതൊരു ഓപ്ഷനാണ്. ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? കേരളം കൂടെ ബെനിഫിഷ്യറീസിന് വരും. അതേസമയം ഇതിൽ തമിഴ്നാട് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതൂലായിരുന്നു. അതേ ബെനിഫിഷ്യറീസിൽ ഗുജറാത്ത് കൊടുത്തെങ്കിൽ നമ്മൾ നേരെ എഴുതൂലായിരുന്നു. മനസ്സിലായില്ല? ബെനിഫിഷ്യറി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് കർണാടകവും ഗോവയും മഹാരാഷ്ട്രയും മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് സ്റ്റേറ്റ് കൂടിയാണ്, കർണാടകത്തിൽ കൂടിയാണ്. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്റർ. 700 കേട്ടപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിൽ കൂടെ ഒരു ഹോഴ്സ് പവർ എത്ര വാട്ട്സ് ആണ്? 46 വാട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുക്കി ഡാമിന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? 780 മെഗാവാട്ട്സ്. 780 മെഗാവാട്ട്സ്. ശരിയാണ്. നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞത് നല്ലതായി. അടുത്തത് പിന്നെ കൊങ്കൺ റെയിൽവേയുടെ ശില്പി എന്ന് പറയുന്നത് ഇ ശ്രീധരൻ. മെട്രോമാൻ എന്നറിയപ്പെടുന്നു ഇ ശ്രീധരൻ. 1998 കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത്. 98. ശരി. വേറെ നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ള എന്താണ്? അടുത്ത ചോദ്യം, കൽപ്പാക്കം ആണവ നിലയം എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കൽപ്പാക്കം. അതേപോലെ കോർബ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. പിന്നെ പഴങ്ങൾ കൃത്രിമമായിട്ട് പഴുപ്പിക്കാനായിട്ട് ഉള്ള രാസവസ്തു ഏതാണ്? കാൽഷ്യം കാർബൈഡ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ
നമ്മളെ എറണാകുളത്തെ അമ്പലമുകൾ എന്തിനാണ് പ്രശസ്തം? റിഫൈനറി. ഓയിൽ റിഫൈനറിയാണ്. എറണാകുളത്തെ പിന്നെ ഡീസൽ നിലയം ഏതാണ്? ബ്രഹ്മപുരം ഡീസൽ നിലയം. അത് നല്ലളം ഡീസൽ നിലയം എവിടെയാണ്? കോഴിക്കോടാണ് അല്ലേ? ഈ കാര്യങ്ങളൊന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ മനസ്സിരിക്കുന്നത് നല്ലതാണ്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂഷ്വൽ ക്ലാസ്സിലേക്ക് പോകാം. പക്ഷെ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ഭൂമധ്യരേഖയിൽ നിന്ന് 23 ഡിഗ്രി വടക്കാണ് ഉത്തരായന രേഖ, ഭൂമധ്യരേഖയിൽ നിന്ന് 23 ഡിഗ്രി തെക്കാണ് ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതുകൊണ്ട് നമ്മൾ പറയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഉത്തരായന രേഖ കടന്നു പോകുന്ന സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ 8 എണ്ണമാണ് അല്ലേ? ശരി, ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. ഇത് നമ്മൾ അഡീഷണലായിട്ട് പറഞ്ഞതാണ്, ശരിയല്ലേ? ഇത് എത്ര വിശദമായി പറയാമോ അത്രയും നമ്മൾ വിശദമായി പറയണം. അടുത്ത് എന്താണ് നമ്മൾ ഇനി തുടങ്ങേണ്ടത്? നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. 25/2024 നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ശരി, അതിൽ നമ്മൾ പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി, പിന്നെ അതിനകത്തുണ്ടായിരുന്ന ജിയോഗ്രഫി സയൻസും ആണ് ഇനി നോക്കാനുള്ളത്, ശരിയല്ലേ? അപ്പോൾ അതിലുള്ള ജിയോഗ്രഫി ക്വസ്റ്റ്യൻ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത്, ശരിയാണല്ലോ? ശരി, അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? ഉത്തരം ഏതാണ്? മാംഗോ ഷവർ. അതെ, ഈ മാംഗോ ഷവർ എന്ന് വിളിക്കാൻ കാര്യം നമ്മുടെ മാവ് പൂക്കുന്ന സമയത്താണ് ഈ മഴ പെയ്യുന്നത്. അപ്പോ ഈ പൂവെല്ലാം പൊഴിഞ്ഞു, അതുകൊണ്ടാണ് ഇതിനെ മാംഗോ ഷവർ എന്ന് വിളിക്കുന്നത്. കിട്ടുന്ന പ്രദേശം എവിടെയാണ്? കേരള, കർണാടക, തമിഴ്നാട്, ആ പ്രദേശത്താണ് മാംഗോ ഷവർ കിട്ടുന്നത്. ഇനി ഈ മൺസൂണിനെ കുറിച്ച് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് പറയാം, വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് പറയാം. ആ മൺസൂണിനെ കുറിച്ചുള്ള എന്തെങ്കിലും, ആ മൺസൂൺ എന്നുള്ള വാക്ക് വന്നത് എവിടെ നിന്നാണ്? മൺസൂൺ എന്ന വാക്ക് എന്താണ്? ഒരു അറബി പദമാണ്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. ഈ മൗസിം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഋതുക്കൾ എന്നാണ്. ശരി, ഋതുക്കൾ. പ്രധാനമായിട്ട് 2 തരം മൺസൂണാണ് ഉള്ളത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതിന് കാരണമായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. മൺസൂൺ PSC ഒരു മാർക്ക്. അതെ, PSC ഒരു മാർക്ക്. അടുത്തത് ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇടവപ്പാതി കാലവർഷവും കാലവർഷവും എന്ന് പറയാറുണ്ട് അല്ലേ? അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ കാലഘട്ടങ്ങളിലാണ്. തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. ശരി, അപ്പൊ പിന്നെ എന്താണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്? പിന്നെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആദ്യത്തെ ഓപ്ഷൻ ആണ് ചിനൂക്ക്. എന്താണ് ഈ ചിനൂക്ക്? വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതനിരയിൽ കാണപ്പെടുന്ന ഒരു കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഇതിനെയാണ് മഞ്ഞുതീനികൾ എന്ന് പറയുന്നത്. PSC ഒരു മാർക്ക്. മഞ്ഞുതീനികൾ എന്നറിയപ്പെടുന്ന കാറ്റ്, മഞ്ഞുരുക്കിക്കളെ. സാധാരണ രീതിയിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഓപ്ഷനാണ് ചിനൂക്ക്, ലൂ, ഹെർമാറ്റൻ, ഫൊന്നൊക്കെ കിട്ടുന്നത്. അതെ അതെ. അതിൽ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, മഞ്ഞുതീനികൾ എന്നറിയപ്പെടുന്നത് ഏത് കാറ്റിനാണെന്ന്. ഏതാണ്? ചിനൂക്കാണ്. എവിടെയാണ് കാണുന്നത്? റോക്കി പർവ്വതനിരകളിലാണ്. ഈ റോക്കി പർവ്വതനിര ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്കയിലാണ്. ഏതാണ്? വടക്കേ അമേരിക്കയിലാണ്. റിബോൺ വെള്ളച്ചാട്ടം എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. റിബോൺ വെള്ളച്ചാട്ടം എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. പഞ്ചമഹാ തടാകങ്ങൾ അത് വടക്കേ അമേരിക്കയിലാണ് അല്ലേ? പഞ്ചമഹാ തടാകങ്ങൾ. ശരി, അപ്പോൾ ഇനി നമുക്ക് ചിനൂക്ക് ക്ലിയറായി. റോക്കി പർവ്വതനിരയിൽ കൂടിയാണത്. കാറ്റാണ്. കാറ്റടിക്കുമ്പോൾ മഞ്ഞ് ഉരുകും. അതുകൊണ്ട് ഇതിനെ മഞ്ഞുതീനി എന്നാണ് അറിയപ്പെടുന്നത്. സ്നോ ഈറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒരെണ്ണമായി. അടുത്തത് ലൂ ആണ്. ലൂ എന്താണ് ഐശ്വര്യ? മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ശരി, നമ്മുടെ ഉത്തരേന്ത്യയിലാണ് ഈ ലൂ കാറ്റ് വീശുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഒരു പ്രാദേശിക വാദം കൂടിയാണ് ലൂ എന്ന് പറയുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഏത് മാസങ്ങളിലാണ് വീശുന്നത്? മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ ലൂ കാറ്റ് വീശുന്നത്. അടുത്ത ഓപ്ഷൻ ഏതാണ്? കാൽ ബൈശാഖി. എന്താണ് ഈ കാൽ ബൈശാഖി? അതായത് ഈ ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിയോടുകൂടി മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഒന്നുകൂടെ അങ്ങോട്ട് നോക്കി പറയണോ? അവരല്ലേ കേൾക്കാനുള്ളത്. അതായത് ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് എന്ന് പറയുന്നത് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഇതിന് പൊതുവെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് നോർവെസ്റ്റേഴ്സ് എന്നാണ്. കാരണം നോർത്തിൽ നിന്നും വെസ്റ്റിൽ നിന്നും വീശുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? നോർവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. കാൽ ബൈശാഖി. കാൽ ബൈശാഖി. ശരി, വേറെ
അടുത്ത് ഇനി അതുപോലുള്ള ഓപ്ഷൻസ് ഇത്രയായിരുന്നു. അടുത്ത് ഇനി അതുപോലുള്ള ഇനി അതിനുള്ളിൽ നമുക്ക് ചേർക്കാനുള്ള ഏതൊക്കെയാണ്? അടുത്ത കാറ്റാണ് ഹെർമാറ്റൻ. ഹെർമാറ്റൻ. ഹെർമാറ്റൻ എന്ന കാറ്റ് വീശുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്നാണ്. ശരി. അപ്പൊ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റും ഈ പറഞ്ഞ ഹെർമാറ്റൻ ആണ്. ഹെർമാറ്റൻ. ഓക്കെ. അടുത്ത് ചെറി ബ്ലോസം. ചെറി ബ്ലോസം എന്ന് പറയുന്നത് കർണാടകയിൽ വേനൽക്കാലത്ത് അടിക്കുന്ന കാറ്റാണ് എന്ന് പറയുന്നത് ചെറി ബ്ലോസം എന്ന്. കർണാടകത്തിൽ ഇതെന്താണ്? കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് എന്ന് പറയുന്നത് ചെറി ബ്ലോസം. ചോദിക്കാം അല്ലേ? കാപ്പി കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ഏത്? ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നത്. ശരി. ഇപ്പൊ കാറ്റുകളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? അനിമോളജി. അനിമോളജി. അടുത്ത് കാറ്റുകള് വേഗത അളക്കുന്നതാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ. കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. ദിശ അറിയുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് അതിനകത്തുള്ളത്? നമ്മുടെ കാറ്റുകൾ കഴിഞ്ഞില്ല, പ്രാദേശിക വാദങ്ങളാണ് പറഞ്ഞത്. അതിൽ അടുത്ത കാറ്റാണ് ഇത് മിസ്ട്രൽ എന്ന് പറയുന്നത്. മിസ്ട്രൽ ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്ന മറ്റൊരു കാറ്റാണ് മിസ്ട്രൽ എന്ന് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര യൂറോപ്പിലാണ്. റോക്കി പർവ്വതനിര അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലാണ്. ആൻഡീസ് പർവ്വതനിര തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയിലാണ്. വരട്ടു, പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് വീശുന്ന ഒരു കാറ്റാണ് ഏതെന്ന് പറഞ്ഞു? മിസ്ട്രൽ എന്ന് പറഞ്ഞു. സസ്യങ്ങളുടെ അന്തകൻ എന്നറിയപ്പെടുന്ന കാറ്റും മിസ്ട്രൽ ആണ്. വെരി ഫൈൻ. അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അല്ലേ? സസ്യങ്ങളുടെ അന്തകൻ എന്നറിയപ്പെടുന്ന കാറ്റ് മിസ്ട്രൽ ആണ്. ശരി. അടുത്തതെന്ന് പറയുന്നത് ഫൊന്നാണ്. ഫൊന്നാണ്. അതേപോലെ തന്നെ ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ താഴ്വരയിലൂടെ വീശുന്ന കാറ്റാണ് എന്ന് പറയുന്നത് ഫൊൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽപ്സിൽ നിന്ന് രണ്ട് കാറ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഫൊന്നും ഒന്ന് മിസ്ട്രലും. ഫൊന്നും മിസ്ട്രലും അല്ലേ? ഫൊൻ എന്ന് പറയുന്നത് വടക്കൻ താഴ്വരയിൽ കൂടി, ആൽപ്സിന്റെ വടക്കൻ താഴ്വരയിൽ കൂടി വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. ഒരു ഉഷ്ണ കാറ്റാണ് അല്ലേ? മുന്തിരി കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. അങ്ങോട്ട് നോക്കി. മുന്തിരി കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. ഒരു ഉഷ്ണ കാറ്റാണ് എന്ന് പറയുന്നത് ഫൊൻ എന്ന് പറയുന്നത്. ശരി. അടുത്തത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പശ്ചിമ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഒരു കാറ്റാണ് ഹെർമാറ്റൻ എന്ന് പറഞ്ഞു. ഇതേപോലെ സഹാറ മരുഭൂമിയിൽ നിന്ന് വീശുന്ന മറ്റൊരു കാറ്റാണ് സിറോക്കോ. പ്രാദേശികവാദങ്ങൾ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാമല്ലോ. ശരി, പറഞ്ഞോളൂ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതെന്നാണ് ചോദ്യം. അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് മഴ ലഭിക്കാൻ കാരണമായ ഏത് മഴയാണെന്നാണ് ചോദ്യം. അതിന് ഉത്തരം എന്ന് പറയുന്നത് സംവഹന വൃഷ്ടിയാണ്, അല്ലെങ്കിൽ കൺവെൻഷണൽ റെയിൻഫോൾ ആണ്. അതായത് ഉച്ചയ്ക്ക് ശേഷം ഭൂമധ്യരേഖ പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി ഉണ്ടാവുന്ന മഴയാണ് എന്ന് പറയുന്നത് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. അതായത് രാവിലെ ഒരു ഉച്ച സമയം വരെ അടിക്കുന്ന ഭൂമധ്യരേഖ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ എന്തടിക്കുന്നത്? സൂര്യപ്രകാശം അടിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ജലസ്രോതസ്സുകളിലുള്ള ജലം എന്ത് ചെയ്യുന്നു? നീരാവിയായി പോവുകയും ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോൾ എന്ത് ചെയ്യും? അത് തണുത്ത് മഴയായിട്ട് ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നു. അതാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഭൂമധ്യരേഖ പ്രദേശം. ഈ കൺവെൻഷണൽ റെയിൻഫോൾ ഉള്ളതുകൊണ്ടാണ് നിത്യഹരിത വനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. നിത്യഹരിത വനങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് എന്താണ്? സംവഹന വൃഷ്ടിയാണ്. ഭൂമധ്യരേഖ പ്രദേശത്തെ സംവഹന വൃഷ്ടിയാണ്. അപ്പൊ ഇനി അതിൽ വരുന്ന ഓപ്ഷൻസ് പറയുന്നതാണ് ചക്രവാത വൃഷ്ടിയും പ്രതിചക്രവാത വൃഷ്ടിയും പർവ്വത വൃഷ്ടി എന്ന് പറയുന്നത്. അതിൽ പർവ്വത വൃഷ്ടി എന്ന് പറയുന്നത് ഈ പർവ്വതങ്ങൾക്ക് എന്താണ് നേർ വരുന്ന മഴമേഘങ്ങൾ എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളിൽ തട്ടി നിൽക്കുകയും ആ സൈഡിൽ മഴ പെയ്യുകയും ചെയ്യുന്നു. മറു സൈഡിൽ എന്തെന്ന് അറിയപ്പെടുന്നു? മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മൾ പറഞ്ഞില്ലേ? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ മഴ നൽകുന്ന എന്തായിട്ടാണ്? പർവ്വത വൃഷ്ടിയായിട്ടാണ്. പശ്ചിമഘട്ടത്തിൽ തടഞ്ഞു നിൽക്കുകയും കേരളത്തിലേക്ക് മഴ കൊടുക്കുകയും എന്നാൽ തമിഴ്നാട് എന്തായിട്ട് മാറുകയും ചെയ്യുന്നു? മഴനിഴൽ പ്രദേശമായി മാറുകയും ചെയ്യുന്നു. അതാണ് ചെയ്യുന്നത്. ഇനിയുള്ളതെന്ന് പറയാൻ ചക്രവാത വൃഷ്ടിയും പ്രതിചക്രവാത വൃഷ്ടിയാണ്. അതായത് സൈക്ലോണും ആന്റി സൈക്ലോണും വരുന്നത്. അതായത് ചക്രവാതം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മഴയാണ് എന്ന് പറയുന്നത് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. അതായത് ബംഗാൾ ഉൾക്കടലിലാണ് നമ്മൾ ഏകദേശം ഈ ചക്രവാതങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബേ ഓഫ് ബംഗാൾ പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മഴകളാണ് എന്ന് പറയുന്നത് ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കേൾക്കാറുണ്ട് ഈ ചക്രവാത ചുഴി ഉണ്ടായത് കാരണം, കൊടുങ്കാറ്റുണ്ടായത് കാരണം നമുക്ക് എന്ത് ചെയ്തു? കേരളത്തിൽ തമിഴ്നാട് തീരങ്ങളിലൊക്കെ മഴ അനുഭവപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ്
ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ചക്രവാത വൃഷ്ടിക്ക് ഉദാഹരണമാണ്. പ്രതിചക്രവാതം എന്ന് പറയുന്നത് ആന്റി സൈക്ലോൺ ആണ്. അതായത് സൈക്ലോൺ കറങ്ങുന്നതിന് എതിർദിശയിൽ കറങ്ങുന്ന ഏതെന്ന് പറയാം. അതായത് സൈക്ലോൺ എന്ന് പറയുന്നത് ഹയർ പ്രഷർ ഉള്ള റീജിയനിൽ നിന്ന് ഒരു ലോവർ പ്രഷർ റീജിയനിലേക്ക് കാറ്റ് വീശും ഉണ്ടാകുന്നതാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. എന്നാൽ പ്രതിചക്രവാതം എന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ സെന്ററിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഉണ്ടാകുന്ന സൈക്ലോൺ ആണ് എന്ന് പറയുന്നത് ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത്, പ്രതിചക്രവാതം എന്ന് പറയുന്നത്. അതുമൂലം ഉണ്ടാകുന്ന മഴയാണ് എന്ന് പറയുന്നത് പ്രതിചക്രവാത വൃഷ്ടി എന്ന് പറയുന്നത്. ശരി, അടുത്തത് എന്താണ്? അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? അപ്പോൾ വേലിയേറ്റം എന്താണെന്ന് പറയണം, വേലിയേറ്റത്തിന്റെ കാരണം എന്താണെന്ന് പറയണം, വേലിയേറ്റം ഉണ്ടാകാനുള്ള ഊർജ്ജം എന്താണെന്ന് പറയണം. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചതാണ് വേലിയേറ്റവുമായി ബന്ധപ്പെട്ട്. ശരി, പറഞ്ഞോളൂ, ആരാണ് പറയുന്നത്? വേലിയേറ്റം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയാണ് വേലിയേറ്റം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ വേലിയേറ്റം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലമാണ്. അത് കൂടാതെ ഭൂഗുരുത്വ ആകർഷണത്തിനെതിരായിട്ടുള്ള ബലവും എന്തിനു കാരണമാണ്? വേലിയേറ്റങ്ങൾക്ക് കാരണമാണ്. അപ്പം ഒരു വേലിയേറ്റം ഉണ്ടാകുന്നത് ചിലപ്പോൾ 2 തവണ വേലിയേറ്റം ഉണ്ടാകാം. 2 സ്ഥലങ്ങളിൽ ഒരേ സമയം വേലിയേറ്റം ഉണ്ടാകാം. അതായത് ഇപ്പൊ ചന്ദ്രന്റെ ആകർഷണ ഫലമായിട്ട് ഒരു സ്ഥലത്ത് വേലിയേറ്റം ഉണ്ടാകുന്നു, എന്നാൽ അതിന് വിപരീതമായിട്ട് ഭൂഗുരുത്വ ആകർഷണത്തിനെതിരായിട്ടുള്ള ബലം കൊണ്ടും വേലിയേറ്റം ഉണ്ടാകുന്നു. ഒരേ സമയം 2 പ്രാവശ്യം വേലിയേറ്റം ഉണ്ടാകാം. എന്നാൽ ഈ പറഞ്ഞ വേലിയേറ്റം ഉണ്ടായ സ്ഥലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ടാകും? വേലിയിറക്കം ഉണ്ടാകും. ഇനി വേലിയേറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഉള്ള വേലികൾ എന്ന് പറയുന്നത് വാവുവേലിയും സപ്തമി വേലിയുമാണ്. അതിൽ വാവുവേലി എന്ന് പറയുമ്പോൾ പൗർണമി അമാവാസി നാളുകളിൽ ഉണ്ടാകുന്ന വേലിയാണ് വാവുവേലി എന്ന് പറയുന്നത്. ഇത് ശക്തമായ വേലികളാണ്. ഇനി അതായത് ചന്ദ്രന്റെ ശക്തമായ ആകർഷണം മൂലമാണ് ഈ വാവുവേലികൾ ഉണ്ടാകുന്നത്. ഇനി സപ്തമി വേലി എന്ന് പറഞ്ഞാൽ വാവുവേലികൾക്ക് ശേഷം 7 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നതാണ് സപ്തമി വേലി. ഇത് വളരെയധികം ദുർബലമായ വേലിയായിരിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം, വേലിയേറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാജ്യം, ഏറ്റവും ഉയർന്ന വേലിയേറ്റം ഉണ്ടാകുന്ന രാജ്യം ചോദിച്ചാൽ അത് കാനഡയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വേലിയേറ്റം ഉണ്ടാകുന്ന കടൽ ചോദിച്ചാൽ അത് ഫണ്ടി ഉൾക്കടലാണ്. ഫണ്ടി ഉൾക്കടൽ ശരിയാണ്. സാധാരണയായിട്ട് വേറെ അടുത്ത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, 4ാമത്തെ ചോദ്യമാണ്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ അല്ലെങ്കിൽ എന്താണ് രൂപവൽക്കരണ സഹായിക എന്നാണ്. സിങ്ക് ഹോളുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന എന്താണ് ചോദ്യം. അതിന് ഉത്തരം എന്ന് പറയുന്നത് ഭൂഗർഭ ജലമായിരുന്നു. ഓക്കെ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് എന്തിനു കാരണം? സിങ്ക് ഹോളുകൾ ഉണ്ടാകാനുള്ള കാരണം. അതായത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂഗർഭ ജലമുള്ള സ്ഥലത്ത് ഈ ജലം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ജലം എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് തീർന്നു പോവുകയോ അല്ലെങ്കിൽ ചില ഈ ചുണ്ണാമ്പ് കല്ലുകൾ പോലുള്ള സാധനങ്ങൾ ഡിസോൾവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആ ജലം നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്പേസ് രൂപീകരിക്കും. അതായത് കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ഒഴിഞ്ഞു കിടക്കും. ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം ഇടിഞ്ഞു താഴുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? സിങ്ക് ഹോളുകൾ എന്ന് വിളിക്കുന്നത്. സ്പെല്ലിംഗ് SINK, സിങ്ക് ഹോള്, HOLE ഹോള്, ശരിയാണ്, സിങ്ക് ഹോള്. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വൃത്താകൃതിയിലും അകത്തോട്ട് ചെല്ലുന്തോറും ഈ എന്താണ് ഫണലാകൃതിയെ വിളിക്കുന്നത് എന്താണ്? ചോർപ്പിന്റെ ആകൃതി എന്ന് പറയും. ചോർപ്പിന്റെ ആകൃതി, ഫണലാകൃതി. നമ്മൾ ഈ വച്ചൂത്തി എന്ന് പറയുന്ന വച്ചുവീഴ്ത്തി എന്ന് പറയുന്ന സാധനം ആ ഷേപ്പിലേക്ക് എന്ത് ചെയ്യുന്നു വരുന്നതാണ് സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. മുകളിൽ വൃത്താകൃതിയിലും താഴേക്ക് ചെല്ലുന്നതോറ് ചോർപ്പിന്റെ ആകൃതിയിലും വരുന്നതാണ് സിങ്ക് ഹോള് എന്ന് പറയുന്നത്. കാരണം ഭൂഗർഭജലം എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെടുകയാണെങ്കിൽ വരുന്ന അവസ്ഥയാണ് സിങ്ക് ഹോൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇടയ്ക്ക് ടിവിയിലൊക്കെ കാണാറുണ്ട്, ഈ കിണർ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇടിഞ്ഞു താഴുന്നു, അതാണ് സിങ്ക് ഹോൾ അവസ്ഥ എന്ന് പറയുന്നത്. ഈ കൂടുതലായിട്ട് കുഴൽ കിണറുകളുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, സിങ്ക് ഹോളുകൾ വരാറുണ്ട്. കാരണം ഈ ഭൂഗർഭജലം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവിടെ കൊണ്ട് ഇടിഞ്ഞു താഴും. അതാണ് സിങ്ക് ഹോൾ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത്രയാണ് ഭൂഗർഭജലവുമായിട്ട് ബന്ധപ്പെട്ട് മണികരൻ, ഹിമാചൽ പ്രദേശിലെ മണികരൻ ജിയോ തെർമൽ എനർജി പവർ സ്റ്റേഷനാണ്. അതിന് ഉദാഹരണമാണ് അല്ലേ? ചൂട് നീരുറവ, ഹോട്ട് സ്പ്രിങ്ങുകൾക്ക് ഉദാഹരണമാണ് ഇത് മണികരൻ. അതായത് ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭജലം ഈ അണ്ടർഗ്രൗണ്ട് മാഗ്മയുടെ അല്ലെങ്കിൽ വോൾക്കാനോയുടെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു, ചൂടാകുന്നു. ഈ അഗ്നിപർവ്വതങ്ങളുടെയൊക്കെ സാമ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുവഴി
ഈ ഭൂഗർഭ ജലം എന്ത് ചെയ്യുന്നു, ചൂടാവുകയും അത് പുറത്തേക്ക് ചൂടായി തന്നെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോട്ട് സ്പ്രിങ്ങുകൾ എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്ങുകൾ എന്ന് പറയുന്നത്. ഈ ഹോട്ട് സ്പ്രിങ്ങുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വൈദ്യുതി ഉണ്ടാക്കുന്നതാണ് ജിയോ തെർമൽ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. ജിയോ തെർമൽ. ശരിയാണ്. ശരി, വേറെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വേറെ ഏതാ ഉള്ളത് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടത്? ഇത്രയായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് ജോഗ്രഫി ചോദിച്ചത് അല്ലേ? ശരി, നമ്മൾ ജിയോഗ്രഫിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിയോഗ്രഫിയെ സംബന്ധിച്ച ചില റിപ്പറ്റീഷൻ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ആവർത്തിക്കാം. എന്ത് പറയുന്നു? ശരി. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് സംശയമില്ല. ജനസംഖ്യയിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് സംശയമില്ല. ജനസംഖ്യയിൽ 2ാം സ്ഥാനം ചൈനയും 3ാം സ്ഥാനം അമേരിക്കയാണ്. 3ാം സ്ഥാനം ആരാണ്? അമേരിക്കയിലാണ്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഇത് ലോകത്തിന്റെ എത്ര ശതമാനമാണ്? ലോകത്തിന്റെ 2.4%. ഈ 32,87,263 സ്ക്വയർ കിലോമീറ്റർ സ്ക്വയർ മൈലിൽ എത്രയാണ്? 12,69,214 സ്ക്വയർ മൈൽ. സ്ക്വയർ മൈലാണ്. ഇന്ത്യയുടെ കടൽ തീരം എത്രയാണ്? ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7,516.6 കിലോമീറ്റർ. ഇന്ത്യയുടെ കരാതിർത്തി എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ കരാതിർത്തി 15,200 കിലോമീറ്റർ. 200 കിലോമീറ്റർ ആണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ എത്ര പ്രോവിൻസ് ഉണ്ടായിരുന്നു? 11 പ്രൊവിൻസുകളുണ്ടായിരുന്നു. അതിൽ 11 പ്രോവിൻസിലും കൂടി എത്ര ശതമാനം സ്ഥലം അവരുടെ കയ്യിലായിരുന്നു? 65%. ഏകദേശം 64% സ്ഥലം ആരുടെ കയ്യിലായിരുന്നു? ഇന്ത്യയുടെ 64% ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അശ്വിൻ, കേരളത്തിന്റെ ഭൂവിസ്തൃതി എത്ര സ്ക്വയർ കിലോമീറ്റർ ആണ്? 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. അത് എത്ര സ്ക്വയർ മൈലാണ്? 15,005 സ്ക്വയർ മൈലാണ് കേരളത്തിന്റെ മൈൽ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ കിലോമീറ്ററിന് 2.59 കൊണ്ട് ഭാഗിച്ചാൽ മതി. അപ്പോൾ സ്ക്വയർ മൈൽ കിട്ടും. അത് നല്ല ഭാഗമാണ്. ഇന്ത്യയുടെ എത്ര ശതമാനം ഭൂവിസ്തൃതിയാണ് കേരളത്തിനുള്ളത്? 1.18% ശതമാനമാണ്. കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ആണ്? 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3,214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. കിഴക്ക് പടിഞ്ഞാറ് എത്ര നീളമാണ്? 2,933 കിലോമീറ്റർ. 2,933 കിലോമീറ്റർ ആണ്. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ചില സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പറയാൻ പറ്റുന്നത് സമുദ്രങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. ഈ നമുക്ക് ആ സമുദ്രങ്ങളെ ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്തൃതി ഒന്ന് പറഞ്ഞു കൊടുക്കണം. 1, 2 കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം 3ആയി തരംതിരിക്കാം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് മലനാട്? 48% മലനാടാണ്. എത്ര ശതമാനം? ഇടനാട് 42%. എത്ര ശതമാനമാണ് തീരപ്രദേശം? 10% തീരപ്രദേശം. അങ്ങനെയാണെങ്കിൽ ഈ മലനാട് എത്ര മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളാണ്? 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശങ്ങളാണ് മലനാട്. എന്നാൽ ഇടനാട് എത്ര മുതൽ എത്ര വരെ? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. തീരപ്രദേശം 7.5 മീറ്ററിന് താഴെയുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഇടയ്ക്കും പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് സമുദ്രങ്ങളെ കുറിച്ച് പറയാം. സമുദ്രങ്ങൾ ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി ഞങ്ങൾ ഈ പറയുന്നത് ഇന്ത്യയുടെ ഭൂവിസ്തൃതിയും കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയും അതിൻ്റെ കിലോമീറ്ററും അതിൻ്റെ സ്ക്വയർ മൈലും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് റിപ്പറ്റീഷനാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, സാർ ഇത് വേണ്ട, ഇത് കേട്ട് ഞങ്ങൾ മടുത്തതാണ്. ഇവിടെ ജോലി കിട്ടിപ്പോയ കുട്ടികൾ പറയാറുണ്ട്, എനിക്ക് ജോലിയൊക്കെ കിട്ടി, ഭയങ്കര റിപ്പറ്റീഷനാണ്, അങ്ങോട്ട് പോകരുത്, അവിടെ ഭയങ്കര റിപ്പറ്റീഷനാണ് ചക്രവാണി സാറ്. ജോലി കിട്ടിയവരാണിത് പറയുന്നത്. അതാണ് ഇതിലെ ബഹുരസം എന്ന് പറയുന്നത്. വരുമ്പോഴത്തേക്ക് ഒരു ബിഗ് സീറോ ആയിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് കേട്ടിട്ട് പറക്കം മുറ്റിയ പിന്നെ തനിച്ച് പറക്കും. എല്ലാവരുടെടുത്തോടും സ്നേഹവും കൂറും ഒക്കെ കാണിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ അധ്യാപകരോട് പ്രത്യേക ഒരു മമത കാണിക്കണം. ഇന്ന് നിങ്ങൾ വളർന്ന് വലുതായപ്പോഴത്തേക്ക് അധ്യാപകർ മോശക്കാരാണെന്നോ അവരുടെ വിജ്ഞാനം കുറവാണെന്നോ നിങ്ങൾ കരുതരുത്. മോസ്റ്റ് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം നിങ്ങൾ അധ്യാപകരോട്, അതുപോലെ തന്നെ പേരൻസിനോടും.
എല്ലാവരുടെ അടുത്തും ഒരു സൗഹൃദമായി പെരുമാറാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമുദ്രത്തിലേക്ക് കടക്കാം. മൊത്തം എത്ര സമുദ്രങ്ങളാണ്, അതിൻ്റെ വിസ്തീർണവും അതിൻ്റെ ചില പ്രത്യേകതകളും ഒക്കെ കൂടി നമുക്ക് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ശരി, നമുക്കത് ബോർഡ് തന്നെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. സമുദ്രങ്ങളുടെ പഠിക്കാൻ ഒരു കോഡ് നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ആളൊക്കെ മറന്നുപോയാൽ തോന്നുന്നു. പൈസ താഴോട്ട് എഴുതുക, PAISA, പൈസ. സമുദ്രങ്ങൾ, വലിയ വാട്ടർ ബോഡിക്കാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. സമുദ്രങ്ങൾക്കെല്ലാം കടലുകളുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കടലിൽ ഒന്നാണ് അറേബ്യൻ കടൽ, ഒന്നാണ് ബേ ഓഫ് ബംഗാൾ, ശരിയല്ലേ? അതായത് ഒരു കരഭാഗത്തോട് ചേർന്ന് നടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗങ്ങളാണ് കടൽ എന്ന് പറയുന്നത്. വലിയ വാട്ടർ ബോഡിക്ക് പറയുന്ന പേരുകളാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. ശരി, എന്തെന്നാണ് ഐശ്വര്യ എഴുതുന്നത്? പേരും വിസ്തീർണം. ശരി, അപ്പോൾ നമുക്കറിയാം 5 മഹാസമുദ്രങ്ങളാണുള്ളത്. സമുദ്രങ്ങൾ പഠിക്കാനുള്ള ഒരു കോഡാണ് പൈസ. നമ്മളെപ്പോഴും പറയുന്നതാണ് PAISA. അല്ല, P എന്ന് പറയുന്നത് പസഫിക് സമുദ്രം. അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 165.2 ദശലക്ഷം കിലോമീറ്റർ. ശരിയാണ്, ദശലക്ഷം. 165.2 ദശലക്ഷം കിലോമീറ്റർ ആണ് പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം. ഇനി രണ്ടാമത്തേത് A എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണമാണ് 82.4 ദശലക്ഷം കിലോമീറ്റർ. ശരിയാണ്. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തീർണം 73.4 ദശലക്ഷം കിലോമീറ്റർ. ശരി. അടുത്തത് S എന്ന് പറയുന്നത് സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യൻ ആണ്. അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 32 ദശലക്ഷം കിലോമീറ്റർ ആണ്. ലാസ്റ്റ് ആർട്ടിക് ഓഷ്യൻ ആണ്. ആർട്ടിക് ഓഷ്യന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 14.09 ദശലക്ഷം കിലോമീറ്റർ. അപ്പൊ ഏറ്റവും വിസ്തൃതിയുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. വരൂ, പസഫിക് എന്ന് പേര് കൊടുത്തത് ആരാണ്? ഫെർഡിനാൻഡ് മെഗല്ലനാണ്. പസഫിക് ഓഷൻ ഏതാകൃതിയിലാണ് കിടക്കുന്നത്? ത്രികോണാകൃതിയിലാണ് കിടക്കുന്നത് പസഫിക് ഓഷൻ. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുള്ളത് എവിടെയാണ്? പസഫിക് ഓഷനിലാണ്. റിംഗ് ഓഫ് ഫയർ അതൊക്കെ എവിടെയാണ്? പസഫിക് ഓഷനിലാണ്. ഇനി മറ്റൊന്ന് പിന്നെ അറ്റ്ലാന്റിക് ഓഷൻ, ആകൃതി എന്തോന്നാണ്? എസ് ആകൃതിയിലാണ്. പിന്നെ അറ്റ്ലാന്റിക് ഓഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ ഓഷൻ. ഒരു രാജ്യത്തിന്റെ പേരിലുള്ള ഓഷനാണ് ഇന്ത്യൻ ഓഷൻ. പിന്നെ സൗത്ത് ഓഷൻ, അത് മഞ്ഞ് മൂടി കിടക്കുന്നതാണ് സൗത്ത് ഓഷൻ. പിന്നെ ആർട്ടിക് ഓഷൻ, ഏറ്റവും ചെറുത് ഏതാണ്? ആർട്ടിക് ഓഷനാണ്. ഇനി ഓഷനെ കുറിച്ച് ഓഷൻ ഡേ എന്നാണ്? ജൂൺ 8 സമുദ്രദിനം. ദിനം പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ പഠിക്കാൻ വന്ന ചില കുട്ടികളടുത്ത് ഞാൻ 1-2 ഡേറ്റുകൾ ചോദിച്ചു. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ഓഗസ്റ്റ് 22 നാട്ടറിവ് ദിനം. ശരി. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22 അങ്ങനെയാണെങ്കിൽ ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. അൾഷിമേഴ്സ് ഡേ എന്നാണ്? സെപ്റ്റംബർ 21. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം? ഒക്ടോബർ 17. ലോക ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17. ലോക മാതൃഭാഷാ ദിനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഫെബ്രുവരി 21. അങ്ങനെയാണെങ്കിൽ ലോക ലഹരി വിരുദ്ധ ദിനം? ജൂൺ 26. ലോക പുകയില വിരുദ്ധ ദിനം? മെയ് 31. ഈ വക കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. മാർച്ച് 8 ലോക വനിതാ ദിനം. അത് വരികയാണ്. മാർച്ച് 8 ലോക അതെ, മാർച്ച് 8 ലോക വനിതാ ദിനം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ശരിയല്ലേ? ശരി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ പഴയ ക്ലാസ്സുകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുതിയതായിട്ട് കാറ്റുകളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മേഘങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, മേഘങ്ങൾ നമുക്ക് സംസാരിക്കണം. മേഘങ്ങൾ ഖാദി ബോർഡിൻ്റെ എടുക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ നമുക്ക് ഈ പോലീസിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ പോലീസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, വൈകുന്നേരം 5 മണിക്ക്. ഇവിടെ പഠിക്കാത്ത കുട്ടികൾക്കും ആ ക്ലാസ്സിൽ പങ്കെടുക്കാം. ഇപ്പം നമ്മളൊരു നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, പോലീസ് പരീക്ഷ എഴുതുകയാണ്. എവിടെ പഠിച്ചോട്ടെ, അത് കുഴപ്പമില്ല, പൈസ ഉള്ളതുകൊണ്ടല്ലേ വേറെ പോയി പഠിക്കുന്നത്. പക്ഷെ ഇവിടെ ഫീസില്ല. ഇവിടെ വരുന്നവർക്ക് 5 മണിക്ക് വരാം, രാത്രി വരെ പഠിക്കാം. പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് എല്ലാ ഞായറാഴ്ചകളിലും 5 മണിക്കുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാം. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ തന്നെ രാവിലെ പോലീസിൻ്റെ പിന്നെ മോഡൽ ഇൻ്റർവ്യൂ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. ഏതായാലും
പുറത്തുള്ള കുട്ടികൾ മനസ്സിലാക്കുക, ഞങ്ങളെ നെടുമങ്ങാട്ടുള്ള കുട്ടികൾ വളരെ സജീവമായി പഠിക്കുകയാണ്. ഐശ്വര്യ യഥാർത്ഥത്തിൽ ഇന്നലെ എത്ര മണിക്കാണ് കിടന്നത്? സത്യം 11:30ക്ക് കിടന്നു. അശ്വിൻ 12 മണി കഴിഞ്ഞു. സൂരജോ 12 മണിയായി. ഇപ്പം മിനിമം ഇവിടെ ഞങ്ങളെ കുട്ടികളൊക്കെ ഒരു 12 മണി വരെ ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ കൂടുതൽ ഇരിക്കുന്നവരായിരിക്കും അല്ലേ? ഓരോരുത്തരുടെ പ്രശ്നങ്ങളാണ്. ചില ദിവസം 12 മണിയിൽ ഇരിക്കും, ചിലപ്പോൾ നേരത്തെ കിടക്കും. അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും ഒന്ന് അത്യാവശ്യമുള്ള വിവരങ്ങളൊക്കെ ചുവരിലൊക്കെ എഴുതി ഒട്ടിച്ച് ഈ മനസ്സ് നിറച്ച് നിൽക്കണം. സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാലേ ജോലിയാവുള്ളൂ. തീർച്ചയാണ്. റാങ്ക് ലിസ്റ്റിൽ അടുത്ത് വരാൻ പഠിക്കണം. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ സകല ശക്തിയും ഇതിനു വേണ്ടി വിനിയോഗിക്കണം. നമ്മൾ മനുഷ്യന് എന്തെല്ലാം കഴിവുകളുണ്ടോ, നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ, ആ കപ്പാസിറ്റി മുഴുവനും ഇത് പഠിച്ചു തീർക്കുക. ഈ അക്ഷരങ്ങളാണ്. എത്ര സ്നേഹമുള്ള സംഗതിയാണ് ഈ അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ നിങ്ങളെ മാടി വിളിക്കുന്നില്ലേ? പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ എന്നെ വായിച്ചു തീർക്കും എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ നിങ്ങളുടെ പുറകെ നടക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുക. പിന്നെ പാഠപുസ്തകങ്ങൾ പ്രത്യേകിച്ച് വായിക്കുക. പത്രമാസികകളെല്ലാം ഒന്ന് നോക്കുക. വാർത്തകൾ കേൾക്കുക. വാർത്തകൾ മാത്രമേ കേൾക്കാവൂ. വാർത്തകൾ കേട്ടാൽ ഉടൻ തന്നെ ഒരു ചാക്കിട്ട് പിന്നെ ടെലിവിഷനെ മൂടിക്കളയുക. വാർത്ത കേൾക്കണം. പിന്നെ ഈ ചതഞ്ഞുള്ള ഈ ചർച്ചകളും കേൾക്കണ്ടേ? ചുമ്മാ കൊണ്ടുകൊണ്ട് ചീത്ത വിളിക്കുന്നതും തന്തയെ വിളിക്കുന്നതും ഇതൊന്നും കേൾക്കരുത്. നമ്മൾ കേൾക്കുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കണം. സംസ്കാരമില്ലാത്ത പലരും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ടേ. ആ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുക, എഴുതിയെടുക്കുക, നമ്മളെ പാട്ടിന് പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.